അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് ഒന്നാമത്തെ പാഠഭാഗമാണ്. പാഠഭാഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യാം. പാഠം 1 അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? നിഷ്കളങ്കത. നാം മനുഷ്യരാണ്. അല്ലാഹു തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അക്കാര്യം വളരെ ഗൗനിക്കൽ നമുക്ക് അത്യാവശ്യമാണ്. നിശ്ചയം ഐഹിക ലോകം നാശത്തിൻ്റെ ഭവനമാണ്. അത് ശാശ്വത ഭവനമല്ല. അതുകൊണ്ട് സ്വഭാവ സംസ്കരണത്തോടു കൂടിയും നിഷ്കളങ്കമായ കർമ്മങ്ങളോടുകൂടിയും ഉത്തമന്മാരുടെ വഴിയെ പോകലും ഉൾക്കാഴ്ചയുള്ളവരുടെ മാർഗത്തിൽ പ്രവേശിക്കലും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഓരോരുത്തർക്കും നിർബന്ധമാണ്. ഒരു മനുഷ്യൻ തൻ്റെ ഇബാദത്ത് കൊണ്ട് അല്ലാഹു തആലയിലേക്കുള്ള സാമീപ്യത്തെയും അവൻ്റെ തൃപ്തിയെയും മാത്രം ഉദ്ദേശിക്കുന്നതാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. അപ്പോൾ ഒരുവൻ്റെ ലക്ഷ്യം അല്ലാഹുവിലേക്കുള്ള സാമീപ്യവും അവൻ്റെ തൃപ്തിയും മാത്രമാണെങ്കിൽ അവൻ മുഖ്ലിസ് എന്ന് അറിയപ്പെടും. മുഖ്ലിസ്, നിഷ്കളങ്കൻ. അല്ലാഹു തആല പറഞ്ഞു, മതത്തെ അല്ലാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ ആരാധിക്കാൻ മാത്രമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിഷ്കളങ്കതയുടെ വിപരീതമാണ് ലോകമാന്യത. ഒരു മനുഷ്യൻ തൻ്റെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിൻ്റെ തൃപ്തി ഒഴികെയുള്ളതിനെ ഉദ്ദേശിക്കലാണത്. ലോകമാന്യത സർവ്വതിനെയും നശിപ്പിച്ചു കളയുന്ന അതിഭയങ്കരമായ ഒരു കാര്യമാണ്. അത് ചെറിയ ശിർക്കും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കാണ്. അവർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താണ് ചെറിയ ശിർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകമാന്യതയാണ്. ലോകമാന്യത നടിക്കുന്നവരുടെ അഭയസ്ഥാനം നരകമാണ്. അല്ലാഹു തആല പറഞ്ഞു, നമസ്കാരക്കാർക്ക് വമ്പിച്ച നാശം. നമസ്കാരത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ്. മറ്റുള്ളവരെ കാണിക്കുന്നതിനായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണ്. നാം നമ്മുടെ സ്വന്തം ശരീരങ്ങളോട് ഒന്ന് ചോദിക്കുക, നമ്മുടെ അമലുകൾ എല്ലാം നല്ല നിയ്യത്തോടു കൂടിയും ഇഖ്ലാസോടും കൂടിയും ഉള്ളതുമാണോ? അപ്പോൾ മറുപടി അതെ എന്നാണെങ്കിൽ നിശ്ചയം നാം വിജയിച്ചു. മറിച്ചാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നാം പരാജയപ്പെട്ടു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 സംഘം ആളുകളെ സംബന്ധിച്ചു പറഞ്ഞു. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ, തൻ്റെ ധനം കൊണ്ട് സ്വതക്ക നൽകുന്നവൻ, അല്ലാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നവൻ എന്നിവരാണവർ. അവർ മൂവരും വിചാരണ ദിവസം അല്ലാഹുവിൻ്റെ അടുക്കൽ വാദിക്കും. അവർ അല്ലാഹുവിൻ്റെ വജ്ഹിന്, അതായത് തൃപ്തിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന്. അപ്പോൾ അവരിൽ നിന്നുള്ള ഓരോരുത്തരോടും അല്ലാഹു പറയും, നീ പറഞ്ഞത് കളവാണ്. നീ ധീരനായ ഒരു വ്യക്തിയാണെന്ന് പറയപ്പെടുന്നതിനെയാണ് ഉദ്ദേശിച്ചത്. ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണ് എന്ന് പറയപ്പെടുന്നതിനെയാണ് നീയും ഉദ്ദേശിച്ചത്. കിതാബ് പാരായണം ചെയ്യുന്നവനാണ് എന്ന് പറയപ്പെടുന്നതിനെയാണ് നീയും ഉദ്ദേശിച്ചത്. അറിയുക, അത് പറയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർക്ക് യാതൊരു പ്രതിഫലവും ഇല്ല. നിശ്ചയം ലോകമാന്യത അവരുടെ അമലുകളെ നിഷ്ഫലമാക്കി കളഞ്ഞു. എന്താണെന്ന് മനസ്സിലായോ? മനുഷ്യരുടെ പ്രശംസകൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രം അമലുകൾ ചെയ്യുന്നവരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, നിൻ്റെ മാർഗത്തിൽ നിനക്ക് വേണ്ടി ഞാൻ ജീവത്യാഗം ചെയ്തു എന്ന്. പക്ഷേ അല്ലാഹു അതിനെ എതിർക്കും. നീ ധീരനാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത്. അതിനുള്ള പ്രശംസ നിനക്ക് ഭൂമിയിൽ നിന്ന് തന്നെ ലഭിച്ചു, അതിനുള്ള പ്രതിഫലവും. അടുത്തത് തൻ്റെ ധനം കൊണ്ട് സ്വതക്ക നൽകുന്നവനാണ്. അദ്ദേഹം വാദിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലാഹുവേ, നീ തന്ന ധനം കൊണ്ട് ഞാൻ സ്വതക്ക നൽകി. അത് കേൾക്കുന്ന റബ്ബ് പറയുന്നത് ഇതാണ്, നിന്റെ ഉള്ളിൽ നീ ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണെന്ന് ജനങ്ങൾ പറയണമെന്നായിരുന്നു ആഗ്രഹം. അത് ഭൂമിയിൽ വെച്ച് തന്നെ സാധിക്കുകയും ചെയ്തു. അടുത്തത് കിതാബ് പാരായണം ചെയ്യുന്നവനെക്കുറിച്ചാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവനെക്കുറിച്ചാണ്. അവരോടും റബ്ബ് ഇത് തന്നെയാണ് പറയുന്നത്, കിതാബ് പാരായണം ചെയ്യുന്നവനാണ് എന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുവാനാണ് നീ ആഗ്രഹിച്ചത്. അതും അവിടെ പറയപ്പെട്ടു. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് സംഭവിച്ചത്. ജനങ്ങൾ പ്രശംസിക്കണമെന്ന് ആഗ്രഹിച്ചു, അത് തന്നെ നടന്നു. ജനങ്ങൾ പ്രശംസിച്ചു. പക്ഷേ അല്ലാഹുവിൽ നിന്നുള്ള
പ്രതിഫലം ഇല്ലാതായി അവിടെ. നാം എപ്പോഴും ആരുടെ പ്രതിഫലം കിട്ടണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്? ആര് പ്രശംസിക്കണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ തൃപ്തിയെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അല്ലേ? അങ്ങനെയുള്ള അമലുകൾക്ക് മാത്രമേ, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന അമലുകൾക്ക് മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്. അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിക്കാതെ ചെയ്യുന്ന അമലുകളെല്ലാം നിഷ്പ്രഭമാണ്. റബ്ബിനോട് ചോദിക്കുന്നതിന് മാത്രമേ അവൻ ഉത്തരം നൽകുകയുള്ളൂ. അതായത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാം പ്രവർത്തിച്ചാൽ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും. എന്നാൽ മനുഷ്യരുടെ പ്രശംസയ്ക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നതെങ്കിലോ അള്ളാഹു അത് തന്നെ സാധിച്ചു തരും, മനുഷ്യരുടെ പ്രശംസ നിങ്ങൾക്ക് നൽകും. ഇപ്പോൾ മനസ്സിലായോ? ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. അജിബ്. ചോദ്യം 1. ലിമ ഖുലിഖൽ ഇൻസ്. എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്? ഇന്നമ ഖുലിഖൽ ഇൻസു ലി ഇബാദത്തില്ലാഹി തആല. നിശ്ചയം അള്ളാഹു തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ചോദ്യം 2. മാ ഹുവ അൽ ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? അൽ ഇഖ്ലാസു ഹുവ ഇറാദത്തുൽ ഇൻസാനി ബിത്വാഅത്തിഹി തഖർറുബ ഇലല്ലാഹി തആല വറിളാഹു ദൂന ഷൈഇൻ ആഖറ. ഒരു മനുഷ്യൻ തൻ്റെ ഇബാദത്ത് കൊണ്ട് അള്ളാഹു തആലയിലേക്കുള്ള സാമീപ്യത്തെയും അവൻ്റെ തൃപ്തിയെയും മാത്രം ഉദ്ദേശിക്കുന്നതിനാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. ചോദ്യം 3. മാ ഹുവ അർ-റിയാ. എന്താണ് ലോകമാന്യത? ഹുവ ഇറാദത്തുൽ ഇൻസാനി ബി ഇബാദത്തിഹി ഗൈറല്ലാഹി. ഒരു മനുഷ്യൻ തൻ്റെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ഒഴികെയുള്ളതിനെ ഉദ്ദേശിക്കലാകുന്നു റിയാ. ചോദ്യം 4. മാ ഹുവ ഷിർക്കുൽ അസ്ഗർ. എന്താണ് ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത്? അർ-റിയാ, ലോകമാന്യതയാണ് ചെറിയ ഷിർക്ക് എന്നറിയപ്പെടുന്നത്. ചോദ്യം 5. മാദാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സലാസി നഫരിൻ. 3 വിഭാഗം ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി സലാസത്തി നഫരിൻ അൽ മഖ്തൂലു ഫി സബീലില്ലാഹി വൽ മുതസദ്ദിഖി ബിമാലിഹി വൽ ഖാരിഇ ലി കിതാബില്ലാഹി. യസഅമു കുല്ലും യൗമൽ ഹശ്രി ഇൻദല്ലാഹിൽ ഖബീരി അന്നഹും അമിലു ലിവജ്ഹില്ലാഹി ഫയഖൂലു തആല ലികുല്ലി വാഹിദിൻ മിൻഹും കദബത് ബൽ അറദ്ത അൻ യുഖാല ഫുലാനുൻ ശുജാഉൻ ഫുലാനുൻ ജവാദുൻ ഫുലാനുൻ ഖാരിഉൻ അല ഫഖദ് ഖീല ഫഅഖ്ബറഹും സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹും ലം യുസാബു വ അന്ന റിയാഅഹും ഹുവ അഹ്ബത അഅ്മാലഹും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 സംഘം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ, തൻ്റെ ധനം കൊണ്ട് സ്വതക്ക നൽകുന്നവൻ, അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നവൻ എന്നിവരാണ് അവർ. അവർ മൂവരും വിചാരണ ദിവസം അള്ളാഹുവിൻ്റെ അടുക്കൽ വാദിക്കും, അവർ അള്ളാഹുവിൻ്റെ വജ്ഹിനു വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന്. അപ്പോൾ അവരിൽ നിന്നുള്ള ഓരോരുത്തരോടും അള്ളാഹു പറയും, നീ പറഞ്ഞത് കളവാണ്, നീ ധീരനായ ഒരു വ്യക്തിയാണെന്ന് പറയിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണ് എന്ന് പറയപ്പെടുന്നതിനെയാണ് നീയും ഉദ്ദേശിച്ചത്. കിതാബ് പാരായണം ചെയ്യുന്നവനാണ് എന്ന് പറയുന്നതിനെയാണ് നീയും ഉദ്ദേശിച്ചത്. അറിയുക, അത് പറയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർക്ക് യാതൊരു പ്രതിഫലവും ഇല്ല. നിശ്ചയം ലോകമാന്യത അവരുടെ അമലുകളെ നിഷ്ഫലമാക്കിക്കളഞ്ഞു. കമ്മൽ പൂരിപ്പിക്കുക. അമലുൻ ലി അജലി ഡാഷ് സബ്ഹലലൻ. അടുത്തത് ലാ തത്തുലുബൻ ഡാഷ് മൻസിലൻ. പാഠഭാഗം വായിച്ച് ഉത്തരം കണ്ടെത്തി എഴുതാമല്ലോ. ചോദ്യോത്തരവും പാഠഭാഗവും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.